അത് കുരിശുപള്ളി മാതാവും ഞാനും തമ്മിലുള്ള ബന്ധം എൻ്റെ മനസ്സിലാണ്. അതുകൊണ്ട് ഇത്തരം വില കുറഞ്ഞ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, ഈ പ്രചരണം നടത്തിയ ഓരോരുത്തരും, അത് മാധ്യമങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും 100% ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ധ്രുവീകരണത്തിന് ശ്രമിച്ചതിന് കോടതി കയറ്റി. ഞാനൊരു സംശയം വേണ്ട, ആരാണെങ്കിലും ഒരു സംശയം വേണ്ട. പക്ഷെ ഇതൊന്നും പാലായുടെ മണ്ണിൽ ചെലവാകില്ല. കാരണം ഇത് പാലായാണ്. മാണി സാറിൻ്റെ ഓർമ്മ ദിവസമായി എന്ന് പാലായുടെ നല്ല നാളേക്കായിട്ടുള്ള പുതിയ ജനപ്രതിനിധിയെ പാലാ തിരഞ്ഞെടുക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത് മറ്റാരും ആയിരിക്കില്ല, അത് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആയിരിക്കും. ഭൂരിപക്ഷ കണക്കുകളിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വൈകുന്നേരം പറയാം. എന്നാലും 18-ൽ താഴില്ല എന്നാണ് എൻ്റെ ഒരു കണക്ക്. പാർട്ടിയുടെ അസസ്മെന്റ് അതാണ്. നിങ്ങളെക്കാൾ ഉയരത്തിൽ ഇപ്പോൾ ഒരാൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതാരാണ്? അടുത്ത മന്ത്രി, പാലായുടെ മന്ത്രി. ഒന്ന് മുന്നണി അധികാരത്തിൽ വരണം, 2 മുന്നണിയിൽ ഘടകകക്ഷിയായിട്ട് പോലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അത് ആത്മവിശ്വാസം നല്ലതാണ്. എല്ലാവർക്കും പ്രതീക്ഷകളുണ്ടല്ലോ, എല്ലാ മുന്നണിക്കും പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ പാലായിൽ നിന്ന് ജയിച്ചിട്ട് മന്ത്രിയാകും, വേറെ എവിടെന്നെങ്കിലും പോയി പറയാൻ പറ്റില്ല. പക്ഷെ പാലായിൽ നിന്ന് ജയിച്ചിട്ട് മന്ത്രിയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇന്നലെ പൂഞ്ഞാറിന് ചെറിയ സംഭവം ഉണ്ടായി, BJP-ക്കാർ കാശ് കൊടുക്കുന്ന ഒരു ആക്ഷേപം. 10 തെരഞ്ഞെടുപ്പായിട്ട് PC ജോർജ് മത്സരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? PC ജോർജിന്റെ കാശ് കൊടുക്കാൻ, ഈ ആളുകൾക്ക് കാശ് കൊടുത്ത് വോട്ട് മേടിക്കാനുള്ള കാശൊന്നും PC ജോർജിന്റെ ഇല്ല. അങ്ങനെ കൊടുത്ത ചരിത്രവും ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് 3 മുന്നണികളുള്ള അവസാന തെരഞ്ഞെടുപ്പായിരിക്കും. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 2 മുന്നണികളെ ഉണ്ടാവും. അതിലൊന്ന് NDA ആയിരിക്കും. ഈ യുവാക്കളുടെ റെപ്രസെന്റേഷൻ കൂടുതലുണ്ട്. നിങ്ങൾ ഏത് പാർട്ടിയിൽ, മീൻസ് പൊളിറ്റിക്സിലുപരി ഏത് ഇതിലാണ് കൂടുതൽ? അല്ല, ഇവിടെ ഒരു പുതിയ തലമുറ കഴിഞ്ഞ കുറെ കാലങ്ങളായി, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടന്നൊരു നിയോജകമണ്ഡലമാണ് പാല. ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ ചെറുപ്പക്കാർ വിദേശത്തോട്ട് പോകുന്നത്. ഞാൻ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അവരോട്, വരുന്ന 10 വർഷക്കാലത്തിനുള്ളിൽ അവർക്ക് തിരിച്ച് പാലായിലെത്തി അന്തസ്സായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം പാലായി സൃഷ്ടിക്കും. അത് കാർഷിക മേഖലയിൽ, IT രംഗത്ത്, ടൂറിസം രംഗത്തൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയില്ല, വിദേശത്തുനിന്ന് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ എത്ര ചെറുപ്പക്കാർ ഇവിടെ എത്തി നിങ്ങൾ കണക്കെടുത്ത് നോക്കി. FCR ആയിരുന്നു നിങ്ങൾക്കെതിരെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ആയുധം. ഇന്നലെയും ഈ പറഞ്ഞ പോലെ ഇന്ന് കഴിഞ്ഞ ദിവസവും ഒറീസയിൽ കന്യാസ്ത്രീകളൊക്കെ തടഞ്ഞു വെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ആശങ്ക? ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെയൊക്കെ ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനുള്ളിൽ ഷോൺ ജോർജ് ഇടപെട്ട പോലെ മറ്റാരെങ്കിലും കാണിക്കാൻ കഴിയുമവർക്ക്? പത്രപ്രസ്താവന കൊടുക്കുന്നതിനപ്പുറം ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട ഷോൺ ജോർജാണ്. അത് മാത്രമല്ല, BJP എനിക്ക് നൽകിയ വലിയ സ്വാതന്ത്ര്യമല്ലേ അതിലിട്ട് ഇടപെടാൻ കഴിഞ്ഞത്. അത് മുനമ്പം വിഷയത്തിലാകട്ടെ, ഛത്തീസ്ഗഡ് വിഷയത്തിലാകട്ടെ, പള്ളുരുത്തി വിഷയത്തിലാകട്ടെ, കളമശ്ശേരിയിലെ പ്രശ്നത്തിലാകട്ടെ, താമരശ്ശേരിയിലെ പ്രശ്നത്തിലാകട്ടെ, ഇവിടെ എല്ലാം ഷോൺ ജോർജ് ഇടപെടാൻ കഴിഞ്ഞു. ഞാനൊരു കാര്യം ചോട്ടെ, എന്തു ചെയ്തു? ഇപ്പോൾ പറയട്ടെ, ജോസ് കെ മാണി പറയുന്നു ഭയങ്കര ക്രൈസ്തവ സ്നേഹം വിളമ്പുകയാണ്. എന്തു ചെയ്യാൻ കഴിഞ്ഞു? അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്, ഒരു 20 വർഷമായുള്ള അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഈ 20 വർഷത്തിനിടയിൽ എന്തു ചെയ്യാൻ കഴിഞ്ഞു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 250 രൂപ റബ്ബർ വാഗ്ദാനം കൊടുത്തു അല്ലേ? അദ്ദേഹം പാലായി തോറ്റെങ്കിലും ഭരിക്കുന്ന മുന്നണിയുടെ നേതാവായിട്ടായിരുന്നേ. എന്തുകൊണ്ട് അതെവിടെ പോയി? കൊണ്ടുവരാൻ പറ്റുമോ? ഈ മീനച്ചിലാറ്റിൽ കൂടെ ഒരു തുള്ളി വെള്ളം ഒഴുക്കാൻ കഴിഞ്ഞോ? അദ്ദേഹത്തിന്റെ കയ്യിൽ ഇറിഗേഷൻ വകുപ്പിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനായ മന്ത്രിയുള്ളത്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ വികസനത്തെക്കുറിച്ച് പറയുക. ജലജീവൻ മിഷൻ പദ്ധതിയുടെ മുഴുവൻ പണവും കേന്ദ്ര സർക്കാരിൽ നിന്നും കൈപ്പറ്റി 10% വീട്ടിലെങ്കിലും ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ മുത്തോലിലെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അദ്ദേഹം പറയും എത്ര ദയനീയമായിട്ടാണ് ഇവരുടെ വകുപ്പുകൾ പരാജയപ്പെട്ടത്. പാലായുടെ എന്ത് ആത്മാർത്ഥതയാണ് ഇവർ കാണിച്ചത്? ട്രിപ്പിൾ ITയുടെ പേര് പറഞ്ഞു. ആ ട്രിപ്പിൾ ITയുടെ 1 രൂപയുടെ ബില്ല് പോലും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മാറിയതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു ജോസ് കെ മാണി കാണിച്ച പോലെ മാണി സി കാപ്പൻ MLA ആയിരിക്കുന്നതുകൊണ്ട് വിരോധം, ഈ നാട്ടിൽ വികസനം വേണ്ടെന്ന് മോദി സർക്കാർ തീരുമാനിച്ചായിരുന്നെങ്കിൽ ട്രിപ്പിൾ IT ഉണ്ടാവുമായിരുന്നു? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരോടും ഒരേ കാഴ്ചപ്പാടിൽ മോദി സർക്കാർ പോയപ്പോൾ പാലായോട് കൃത്യമായി വിരോധം കാണിച്ചു. ഏതാണ്? 50 വർഷം ആ കുടുംബത്തെ തീറ്റിപ്പോറ്റിയ പാലായോടാണ് ഇത് കാണിച്ചത്. 50 വർഷം KM മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ അധികാരിനെ വളർത്തിയെടുത്ത പാലായോടാണ് ഈ വിരോധം കാണിച്ചത്. മാണി സി കാപ്പൻ എന്താ ചെയ്തത്? ഇലക്ഷൻ ആയാലും പറഞ്ഞ് എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ഇത് ആദ്യം പറഞ്ഞുകൂടായിരുന്നു. ജനം കൂടെ കൂടിയാണല്ലോ അദ്ദേഹത്തിനൂടെ. അദ്ദേഹത്തിലൂടെ ആ വീട്ടിൽ പോയി കുത്തിയിരിക്കണമായിരുന്നേ. ഞാൻ ഇവിടെ ജനപ്രതിയായിട്ട് തിരിച്ചു വന്നിട്ട് ആരെങ്കിലും ഈ നാടിന്റെ വികസനം ഒന്ന് തടസ്സപ്പെടുത്തും? ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്യുന്നു.
എത്ര മോശമാണ്, എത്ര മോശമാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ ആർക്ക് അനുകൂലമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? അതിൻ്റെ അർത്ഥം എന്താണ്? കുരിശുപള്ളിയുടെ ഉയരം എത്രയാണെന്നറിയോ? കുരിശുപള്ളിയുടെ ഉയരം എത്രയാണ്? 260 അടിക്ക് മുകളിലാണ്. ആ ക്രെയിനിൻ്റെ പരമാവധി ഉയരം 30 അടി 40 അടിയാണ്. ആ ക്രെയിനിൽ നിൽക്കുന്ന ഞാൻ എങ്ങനെയാണ് കുരിശുപള്ളിയുടെ മുകളിൽ ഈ കൊടി ഉയർത്തുന്നത്? അപ്പോൾ താഴെ നിന്നും ആ ക്രെയിൻ ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് അത് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ അതിന് മുമ്പും ആ പര്യടനത്തിന് ശേഷവും മാതാവിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് പോയത് ആരും കൊടുത്തില്ലല്ലോ. എൻ്റെ വിശ്വാസം എൻ്റെ മനസ്സിനുള്ളിലാണ്, അത് പ്രദർശിപ്പിക്കാനുള്ളതല്ല. ഞാൻ ഒരു പള്ളിയുടെ മുമ്പിൽ മുട്ടുകുത്തി റീൽ എടുത്തിട്ടില്ല. ഒരു പള്ളിയുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന റീൽസ് എടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം എടുത്ത് നോക്ക് നിങ്ങൾ. അത് കുരിശുപള്ളി മാതാവും ഞാനും തമ്മിലുള്ള ബന്ധം എൻ്റെ മനസ്സിലാണ്. അതുകൊണ്ട് ഇത്തരം വില കുറഞ്ഞ, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. ഈ പ്രചരണം നടത്തിയ ഓരോരുത്തരും, അത് മാധ്യമങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും 100% ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ധ്രുവീകരണത്തിന് ശ്രമിച്ചതിന് കോടതി കയറ്റി ഞാനൊരു സംശയം വേണ്ട. ആരാണെങ്കിലും ഒരു സംശയം വേണ്ട. പക്ഷെ ഇതൊന്നും പാലായുടെ മണ്ണിൽ ചെലവാകില്ല. കാരണം ഇത് പാലായാണ്.